ഡോക്ടർ ഒരു സംശയം. ഉം. ഈ ത്രോട്ട് ഇൻഫെക്ഷന് കോമൺ ആയിട്ട് വരുന്നതാണ്. ത്രോട്ട് ഇൻഫെക്ഷൻ എനിക്ക് വളരെ അതെ എളുപ്പത്തിൽ അതെ കിട്ടുന്ന ഒരു സാധനമാണ് അതെ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ. അതെ പ്രത്യേകിച്ച് അതെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ കറക്റ്റ് എണീക്കുമ്പോൾ ത്രോട്ടിന് അതൊരു സോർ ത്രോട്ടായിട്ട് മാറും, പിന്നെ അത് പനിയായിട്ട് കറക്റ്റ് മാറും, പിന്നെ ഇൻഫെക്ഷൻ കറക്റ്റ് ആയിട്ട് പോകും. കറക്റ്റ് കറക്റ്റ് ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ എക്സാക്ട്ലി. ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആക്ച്വലി എനിക്കും പേഴ്സണലി ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കുറെ ലോങ് ട്രാവലിംഗ് ഒക്കെ ഉണ്ടായാലും വരുന്ന ഒരു പ്രശ്നമാണ്. അതിന് ബെസ്റ്റ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒന്ന് വെള്ളം, നമുക്ക് ഈ ചുടുവെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിനെ വരുന്നതിനെ നമുക്ക് കുറെ തടയാൻ പറ്റും. പിന്നെ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, നാളെ ആകുമ്പോഴേക്കും അത് കൂടുമെന്നുണ്ടെങ്കിൽ ഈ ഗാർഗിൾ ചെയ്യാം. നമ്മൾ ഈ മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീറ്റാഡിൻ മരുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൊണ്ടുപോകാവുന്ന മരുന്നുകളുടെ ലിസ്റ്റിൽ വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. ഈ മൗത്ത് വാഷ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഫാർമസിയിലൊക്കെ, മൗത്ത് വാഷ്. അത് എടുത്തിട്ട് നമ്മൾ വായ കഴുകിയാൽ പോരാ, നമ്മളെ തൊണ്ട കഴുകണം. നമ്മൾ ഗാർഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കൊപ്പിളിക്കാന്ന് പറയല്ലോ, ആ രീതിയിൽ തൊണ്ടയിലേക്ക് ആ മരുന്ന് എത്തുന്ന പോലെ. അത് എപ്പോൾ പ്രത്യേകിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ 2-3 നേരം ചെയ്യാമെങ്കിലും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വെള്ളമൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞതിന് അതിനുശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മുടെ തൊണ്ടയിലും വായിലും ഈ ആന്റിസെപ്റ്റിക് മെഡിസിൻ അങ്ങനെ നിൽക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടിയാണ്. ആ ഇൻഫെക്ഷൻ വന്നിട്ട് ഫ്ലെയറപ്പായി കൂടുതൽ പ്രശ്നമാകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഭയങ്കര റോളുണ്ട്. പിന്നെ അത് കൂടാതെ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആന്റിഹിസ്റ്റമിൻ അലർജിക്കുള്ള ഗുളിയും ഒരു പാരസ്റ്റമോളും കഴിക്കുന്നതും ഭയങ്കര ഉപകാരപ്രദമാണ്. പിന്നെ തണുപ്പുള്ള വെള്ളം ഒഴിവാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അത് പറ്റാത്ത ആളുകളാണെങ്കിൽ തണുത്തത് ഒഴിവാക്കുക എന്നുള്ളത് ഭയങ്കര മുഖ്യമാണ്. മാത്രമല്ല നമുക്ക് ഈ ചൂടുള്ള വെള്ളം ഇടക്കിടക്ക് കുടിക്കുന്നത് നമുക്ക് ഈ തൊണ്ടയുടെ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് ഇൻഫെക്ഷൻ നിങ്ങളെ പോലത്തെ ആളുകൾ ഇത് ചൂടുവെള്ളം ഇത് ഒരു ഫ്ലാസ്ക് ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാം.